നമസ്കാരം. കാഴ്ചയ്ക്കപ്പുറത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമേഹ രോഗികൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ മരുന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പാല പൈക സ്വദേശിയായ ഡോക്ടർ ജോബിൻ കെ തോമസ്. 20 വർഷത്തോളം നീണ്ട ഗവേഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ രൂപം നൽകിയ ഡയാ ഹെർബൽ ഹെൽത്ത് എന്ന മരുന്ന് ഡോക്ടർമാർ അംഗഛേദനം നിർദ്ദേശിച്ച പ്രമേഹ രോഗികൾക്ക് പോലും ഫലപ്രദമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിരവധി പ്രമുഖരെ സംഭാവന ചെയ്ത പാലയിലെ കരിപ്പാപ്പറമ്പിൽ കുടുംബത്തിൽ അംഗമാണ് ഈ പുതിയ പുനരുജ്ജീവന ഔഷധം കണ്ടുപിടിച്ച ഡോക്ടർ ജോബിൻ കെ തോമസ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കമ്മ ചെറിയാൻ ഉൾപ്പെടെ 9 MLA-മാരെ കേരള നിയമസഭയിലേക്ക് സംഭാവന ചെയ്തു കരിപ്പാപ്പറമ്പിൽ കുടുംബം. രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന കോൺഗ്രസ് പ്രവർത്തകനായ തന്റെ പിതാവ് തോമസ് മാത്യുവിന് പ്രമേഹ രോഗം ബാധിക്കുകയും അതുവഴി ശരീരം തളരുകയും ചെയ്ത അവസ്ഥ നേരിൽ കണ്ട ജോബിന് പ്രമേഹ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇല്ലെന്നത് ഞെട്ടിപ്പിക്കുന്ന അറിവായിരുന്നു. പ്രകൃതി ചികിത്സയിലുണ്ടായിരുന്ന അറിവ് വികസിപ്പിക്കാനായിരുന്നു പിന്നീട് ജോബിന്റെ ശ്രമം. ഇതിനായി കിട്ടാവുന്ന അറിവുകൾ ശേഖരിച്ചു. പ്രകൃതി ചികിത്സയിൽ കൂടുതൽ പഠനവും ഗവേഷണവും നടത്തി. 20 വർഷത്തോളം നീണ്ട ഗവേഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ ജോബിൻ പ്രമേഹ രോഗികളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ശാരീരികാവസ്ഥകൾക്ക് ഫലപ്രദമായ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ഈ മരുന്ന് നിർമ്മാണത്തിന് കൂട്ടായി ഭാര്യ സ്വീറ്റിമോൾ ജോസും ഒപ്പമുണ്ടായിരുന്നു. ഗവേഷണം തുടങ്ങിയ കാലത്തുതന്നെ സസ്യശാസ്ത്രത്തിൽ ബിരുദവും ഗവേഷണത്തിന് താൽപര്യമുള്ള ഒരാളെ ജീവിത പങ്കാളിയാക്കണമെന്ന് ജോബിൻ തീരുമാനിച്ചിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ജോബിൻ തനിക്കൊപ്പം നിൽക്കാൻ അറിവും കഴിവും താൽപര്യവുമുള്ള സ്വീറ്റിമോളെ കണ്ടെത്തിയത്. കോളേജ് അധ്യാപികയായുള്ള ജോലി പോലും സ്വീകരിക്കാതെയാണ് സീറ്റി ജോബിന്റെ മരുന്ന് ഗവേഷണത്തിൽ പങ്കാളിയായത്. ഏകദേശം ഒരു 25 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എൻ്റെ അപ്പന് ഇതുപോലെ കാലിന് വ്രണങ്ങളുണ്ടായി. അന്ന് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടൊക്കെ വളരെ മുൻപന്തി നിന്നൊരു കുടുംബമായിരുന്നു ഞങ്ങളിത്. അപ്പം ഏറ്റവും വലിയ ഡോക്ടേഴ്സ് അന്ന് നാരായണക്കുറുപ്പായിരുന്നു സാറായിരുന്നു ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ വെച്ച് ഏറ്റവും നല്ല ചികിത്സ കൊടുത്തു. പക്ഷേ കാല് പഴുക്കുകയും അതുപോലെ തന്നെ മുറിക്കേണ്ട ഒരവസ്ഥയിലോട്ട് എത്തുന്നതിന് മുമ്പ് മരിക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലായി ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നാലും ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നും ആണ് നമ്മുടെ ഈ അനുഭവം ഇനി നമ്മളിലോട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പം ഈ ഗവേഷണം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്ത ഒരു ഗവേഷണമാണ്. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ മരുന്നുകളൊന്നും ഫലിക്കാതെ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാല് മുറിക്കേണ്ട എന്നൊരവസ്ഥയെപ്പറ്റി പഠിച്ചു. അന്നേരമാണ് മനസ്സിലായത് രക്തക്കുഴലുകളുടെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്ന ഒരു രോഗമാണെന്നും അതൊരു വാസ്കുലർ ഡിസീസാണെന്നും ആ വാസ്കുലർ ഡിസീസുകൾക്ക് ഇപ്പോൾ പോലും യാതൊരുവിധ ചികിത്സയും ലഭ്യമല്ല എന്നുമാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് വെളിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വളരെ പരിമിതമായ രീതിയിൽ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയും അവരുടെ എല്ലാം പിന്തുണയോടെ, പ്രത്യേകിച്ച് ഈ നാട്ടിലെ ആൾക്കാരുടെ വളരെയധികം പിന്തുണയോടെ നമുക്കൊരു പരസ്യമോ ആരോടും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു രോഗി ഞാൻ നിന്റെ കാല് ശരിയാക്കി തരാം എന്ന് പറയാൻ പറ്റത്തില്ല. ആരും നമ്മുടെ അടുത്ത് വരികയില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിലും കൂടിയ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എപ്പോഴും സംശയിക്കും. പക്ഷെ അനുഭവസ്ഥര് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും വളരെ ഇതായിട്ട് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നമുക്ക് ആദ്യകാലത്തൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമായിരുന്നു എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ വിശ്വാസത്തോടെ തന്നെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. സാധാരണഗതിയിൽ ഒരു കണ്ടുപിടുത്തം മരുന്നായി അംഗീകരിക്കണമെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ മരുന്നിന് ക്ലിനിക്കൽ സ്റ്റഡി നടത്താൻ പ്രായോഗികമായ പരിമിതികളുണ്ട്. ഈ പരിമിതികൾ കാരണം ശാസ്ത്രലോകത്ത് ഇത് അംഗീകരിപ്പിച്ചെടുക്കാൻ ജോബിൻ തോമസിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു.
ഫോട്ടോകളുടെയും ദൃശ്യങ്ങളുടെയും സഹായത്തോടെ ഈ മരുന്ന് ഉപയോഗിച്ച് സുഖം പ്രാപിച്ചവരുടെ വിവരങ്ങൾ അധികൃതർക്ക് മുൻപിൽ അവതരിപ്പിച്ചാണ് ഇത് മരുന്നായി പുറത്തിറക്കാൻ ആവശ്യമായ അനുമതികൾ ജോബിൻ നേടിയെടുത്തത്. ഇതിലേറ്റവും അധികം കടമ്പകൾ കടക്കേണ്ടി വന്നത് ഡ്രഗ്സ് കൺട്രോളറുടെ അനുമതി ലഭിക്കാനാണ്. അപ്പൊ ഞങ്ങൾ നമ്മുടെ ഇവിടെ ക്ലിനിക്കൽ ട്രയൽ ചെയ്യാനുള്ള പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചു. അപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രിഫർ ചെയ്തതനുസരിച്ച് CCRIS ഞങ്ങളുടെ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിന്റെ ക്ലിനിക്കൽ ട്രയലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കലുമായിട്ട് വന്ന ആയുർവേദ ഡോക്ടർ ഉണ്ട്. അപ്പം അതിന്റെ എല്ലാം കൂടെ ഇതിൽ പേഷ്യൻസിന്റെ റെക്കോർഡിക്കലായിട്ടുള്ള 30 പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും അവരുടെ ആദ്യം തൊട്ടുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചുള്ള എടുത്ത് നമ്മൾ ഫയൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക. പ്രമേഹ രോഗം ബാധിച്ച് 5 വർഷം കഴിഞ്ഞാൽ ഈ രോഗം ക്രമേണ രക്തക്കുഴലുകളെ ബാധിച്ചു തുടങ്ങും. പിന്നീട് ഇത് രക്തചംക്രമണത്തിന് തടസ്സമുണ്ടാക്കും. അതോടെ കാലുകൾക്ക് കറുപ്പുനിറം, സ്പർശനശേഷി കുറവ്, ചെറിയ വ്രണം എന്നിവയിൽ ആരംഭിച്ച കാലാന്തരത്തിൽ അത് അംഗഛേദനത്തിലേക്കെത്തും. കാലുകളോ വിരലുകളോ മുറിച്ചുമാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച നിരവധി പേർക്ക് ഈ മരുന്നിലൂടെ രോഗശമനമുണ്ടായിട്ടുണ്ട്. കാല് മുറിച്ചുമാറ്റാൻ നിർദ്ദേശിക്കപ്പെട്ട നിരവധി പേർ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ കഴിയുന്നത് ഈ മരുന്ന് ഫലപ്രദമാണ് എന്നതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കാല് ഇങ്ങനെ ആണ്ടുതോറും കൊമ പോലെ വരുമായിരുന്നു. അത് ഇവിടെ ഒരു ആശുപത്രി ആദ്യം ചികിത്സ കഴിഞ്ഞ് എറണാകുളത്ത് അവിടെ ചെന്നപ്പം അവർ കാല് പെട്ടെന്ന് മുറിക്കണം, അല്ലെങ്കിൽ ആളിനെ പോലും കിട്ടിയല്ല എന്നുള്ള ഈ പറഞ്ഞു കൊണ്ട് ആ കാല് മുറിച്ചു. മുറിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? മുറിച്ചതിന് ശേഷം ഇപ്പുറത്തെ കാലിന് അതുപോലെ കംപ്ലൈന്റ് ആയി. അന്നേരമാണ് ഇവിടെ ഇങ്ങനെ ഒരു മരുന്നുണ്ടെന്ന് അറിയുന്നു. അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ പേരിൽ 2 രക്ഷപ്പെടുകയും ചെയ്തു. മുറിക്കാതെ ഇപ്പോഴും ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഒരു കാല് കണ്ടിക്കാൻ പറഞ്ഞത്? അല്ല, മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലെ സർജൻ കണ്ടിച്ചു വിട്ടതല്ലേ, എല്ലാം ചെയ്തില്ല. അപ്പോൾ ഒരു വിരൽ കണ്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലേഡി ഡോക്ടർ പറഞ്ഞു ഇവിടെ വെച്ച് കണ്ടിക്കുന്നതായിരിക്കും നല്ലതെന്ന്. ഈ ഡോക്ടർ പറഞ്ഞു. ലേഡി ഡോക്ടർ സമ്മതിച്ചില്ല, അങ്ങനെ കണ്ടിക്കേണ്ടത്. ഒരു വിരൽ കണ്ടിച്ച് നിർത്താൻ പറഞ്ഞു. പിന്നെ നോക്കാൻ പറഞ്ഞു. അതൊന്നും പഴുപ്പ് നിൽക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇവിടുത്തെ ചികിത്സ നടത്തിയപ്പോൾ എങ്ങനെയുണ്ട്? കുറഞ്ഞു പോയി, കരിവായി. ഇതൊക്കെ വലിയ മുറിവായിരുന്നു, അത് കരിഞ്ഞു പോയതാണ്. ഇനി ഇത് മാത്രം കുഴി നേക്കാനുണ്ട്. എത്ര കാലം ഇവിടുത്തെ ചികിത്സ ചെയ്യുന്നു? 30 ദിവസമായി. 30 ദിവസം. 30 ദിവസം കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? അതെ, മാറ്റം ഉണ്ടായത്. ഇപ്പൊ ഡയബറ്റിക് എത്രയുണ്ട്? ഡയബറ്റിക് 200 200. 420 കുറഞ്ഞു. കുറഞ്ഞു, 200ആയി. മുറിവ് കരിഞ്ഞു തുടങ്ങി. കരിഞ്ഞു തുടങ്ങി. കാലിലുണ്ടായ ഒരു ചെറിയ മുറിവുണങ്ങാതെ വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് KSRTC ഡ്രൈവറായ പാലാ സ്വദേശി PD മാത്യുവിന് പ്രമേഹ രോഗമുണ്ടെന്ന് കണ്ടെത്തിയത്. പ്രമേഹം ബാധിച്ച് ഏറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം കണ്ടെത്തിയതിനാൽ രോഗമതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. കോട്ടയത്തെയും എറണാകുളത്തെയും പ്രശസ്തമായ ആശുപത്രികളിലെ പ്രശസ്തരായ ഡോക്ടർമാർ നിർദ്ദേശിച്ച ഏക പ്രതിവിധി സ്പർശനശേഷിയില്ലാത്ത കാൽ മുറിച്ചുമാറ്റുക എന്നതായിരുന്നു. പക്ഷേ മാത്യു ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. മുറിച്ചുമാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച കാൽ നിലത്തുറപ്പിച്ച് നടന്നു. ഞങ്ങളുടെ അയൽവാസി ഒരു പാർട്ടി ഈ കാലം ഇങ്ങനെ മുറിവായിട്ട് നടന്നിട്ട് പെട്ടെന്ന് പള്ളി വരുന്നു, ഒരു കൂളായിട്ട് പള്ളി വരുന്നു. ഉടനെ എനിക്കത് ഞാൻ പുള്ളിയുടെ മകനോട് ചോദിച്ചു, അലക്സ് എന്ന അവളുടെ പേര്. പുള്ളിയോട് ചോദിച്ചു, പാപ്പ എന്നെ ചികിത്സ ചെയ്യുന്നെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പാപ്പ ഇങ്ങനെ പൈകയിലൊരു സ്ഥലമുണ്ട്, അവിടുന്ന് മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് അഡ്രസ്സൊന്ന് തരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കറക്റ്റ് ഈ സ്പോട്ട് പറഞ്ഞു തന്നു. അപ്പം ഞാനും വൈഫും കൂടെ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ വന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് മരുന്ന് മേടിച്ചിട്ട് പോകുന്നത് ഞങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു വിശ്വാസം വരുത്തില്ല. അങ്ങനെ ഞങ്ങൾ 1000 രൂപ അല്ല 900 രൂപയ്ക്ക് 3 കുപ്പി മരുന്ന് അങ്ങനെ അന്ന് ആദ്യം തുടങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു നിന്നപ്പോഴത്തേക്ക് കുറവ് മരുന്ന് തോന്നി. കാലിലൊക്കെ നമുക്ക് പിടിച്ചാൽ അറിയാവുന്ന രീതിയിലായി. അത് കഴിഞ്ഞപ്പം പിന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാല് നല്ലപോലെ ഈ കാലിന് നമ്മൾ എവിടെയെങ്കിലും ചവിട്ടിയാൽ അറിയാം. മറ്റേ എവിടെയെങ്കിലും ഒരു കല്ലലൊക്കെ അടിച്ചാലൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെ അറിയാറായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആത്മവിശ്വാസമായി. പിന്നെ ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 8ാം മാസമാണ് കഴിക്കുന്നത്. ഒരു കുഴപ്പമില്ല. വിരൽ മുറിക്കേണ്ടി വന്നില്ല. ഇല്ല, അതെല്ലാം പോയി. ഇപ്പം സുഖമില്ലേ. മറ്റേ ഇതിങ്ങനെ ഇത്ര നീരുണ്ടായിരുന്നു, ഇത്ര നീരായിരുന്നു.
എന്നിട്ട് പിന്നെ ഞാൻ വരുന്നൊരു ഭയങ്കര സങ്കടപ്പെട്ടാ വരുന്നു. ഇത് കളയാനുള്ള കേസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ മരുന്ന് കഴിച്ച് ഇത് രക്ഷപ്പെട്ടതാണ്. രാജാക്കാട് സ്വദേശി ജോസിനും പൂഞ്ഞാർ സ്വദേശി മാത്യുവിനുമൊക്കെ പറയാനുള്ള കഥകളും ഇതുതന്നെയാണ്. ഇവിടെ ഈ വിളക്കുമാനത്തൊരു അനിയത്തിയെ കിട്ടിയ ബേബി എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ട്. അപ്പം ബേബി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു കഷായത്തിന്റെ ഒരു ഡോക്ടറുണ്ട് താമസിക്കുന്നത്, പുള്ളിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചു തരും, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം അതിൻ്റെ ഇത് വീരോ അറിഞ്ഞിട്ടാട്ടെ എന്ന് പറഞ്ഞ് കുറച്ചാളിങ്ങനെ പോയി. കഴിഞ്ഞിട്ട് ഇത് കരിയുന്നില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ 1 മാസമായി ഇവിടെ വന്നു ബേബിയും കുട്ടിക്കൊണ്ട് ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ഈ പ്രമേഹത്തിന്റെ പുറമെ ഈ നിക്കോട്ടിൻ എന്ന, അപ്പോൾ നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന കാരണം നിക്കോട്ടിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൊണ്ട് ഇത് കഴിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമുക്ക് കഷായം കുടിച്ച് ഇച്ചിരി താമസം വരും, കഴിച്ചു തരാമെന്ന് ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇപ്പം ഇങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക അവിടെ. 1 മാസമായി. ഈ 1 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് ചികിത്സ? ഇതിന് വളരെ കുറവുണ്ട്. മുറിവ് കരിഞ്ഞു തുടങ്ങിയോ? കരിഞ്ഞു തുടങ്ങിയില്ല, എങ്കിലും ഏതാണ്ട് കരിഞ്ഞത് ഇതായി. വഴിയിലൊക്കെ ഇച്ചിരി വേദനയൊക്കെ കുറഞ്ഞു. നടക്കാനൊക്കെ പറ്റുന്നുണ്ട്? നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. നേരത്തെ ഈ കാലിന് ഇച്ചിരി ബലം കുറവ് പോലെ തോന്നുന്നു. ഒരു കാലം എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ കാലം കൊണ്ട് പാളിപ്പോകുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, കാല് ബലമുണ്ട്. ആദ്യമേ സർക്കുലേഷൻ ഇല്ലെന്നായിട്ട് കാലിൻ്റെ വിരലിൻ്റെ അറ്റത്ത് പഴുപ്പ് വന്നു. തട്ടിയൊന്നും മുറിവൊന്നും ഉണ്ടായില്ല, ചുമ്മാ വീർത്ത് വന്നിട്ട് അത് ഭയങ്കര പെയിനായി വന്നു. ബാക്കി ഭാഗമെല്ലാം മരച്ചായിരുന്നു. പിന്നെ ഈ വിരലിനും കാലിൻ്റെ ഭാഗം മുഴുവൻ നല്ല ശക്തമായ പെയിനായി, ഒരു തരത്തിലും താങ്ങാൻ വയ്യാത്ത പെയിനായി. അപ്പോഴാണ് കരുത്താസിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അലോപ്പതി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ വിരൽ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ ജോയിൻ്റ് കൂട്ടി അങ്ങോട്ട് കിടക്കുകയാണ് ചെയ്തത്. ഓരോ പ്രാവശ്യം ഡ്രസ് ചെയ്യുമ്പോഴും മുറിവ് വലുതായി വരും. ഉള്ളിൽ പഴുപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു അതിലൂടെ കടത്തി വലിക്കുമ്പോഴത്തേന് മുറിവ് അങ്ങോട്ട് കൂടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വരാമെന്ന് വെച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജോയിൻ പറഞ്ഞ് നേരത്തെ വന്നിരുന്നെങ്കിൽ വിരൽ റിമൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് യോഗന് വരുന്നൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എണീറ്റ് വാക്കറില്ലാതെ 2-3 അടി നടക്കാൻ പറ്റി, ബാത്റൂമിലൊക്കെ പോകാൻ പറ്റി. വളരെ ആശ്വാസം. നമ്മൾ സർക്കുലേഷനായി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഷുഗർ കൊണ്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. രക്തചംക്രമണം പൂർവ്വസ്ഥിതിയിലാക്കി ശരീരത്തിന് പുനരുജ്ജീവന ശേഷി കൈവരിക്കാനും നാഡീവ്യവസ്ഥയുടെ ശേഷി വീണ്ടെടുക്കാനും ഡയാ ഹെർബൽ ഹെൽത്ത് എന്ന ഈ മരുന്ന് സഹായകരമാകുന്നു. രക്തചംക്രമണം ശരിയാകുന്നത് മൂലം ഇൻസുലിൻ ശരീരത്തിന്റെ എല്ലാ കലകളിലും എത്തുകയും അതുവഴി ശരീരത്തിന്റെ ക്ഷീണം, മെലിച്ചിൽ, പ്രമേഹ നിയന്ത്രണം എന്നിവ സാധിക്കുന്നു എന്നാണ് ഡോക്ടർ ജോബിൻ കെ മാത്യുവിന്റെ വിശദീകരണം. ചേട്ടൻ ഇവിടെ 1 മാസം മുമ്പ് വരുമ്പോൾ എല്ലാവരും പിടിച്ചോണ്ടായിരുന്നു വന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ മുതൽ മുഴുവൻ പഴുപ്പായിരുന്നു, ഇത് ഈ വണ്ണം ഉണ്ടായിരുന്നു, ഈ പഴുപ്പ് മുഴുവനും ഇറങ്ങിപ്പോയി വേണം കരിയാൻ. എന്നാൽ ചേട്ടന് അത്ര വിശ്വാസമായില്ല. ചേട്ടൻ പറഞ്ഞു, ഇത് അത്രയൊന്നും ഇല്ല, എനിക്ക് ഇവിടെ മാത്രം കരിഞ്ഞാൽ മതിയല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷെ ഈ ഒരു 20 ദിവസത്തേന് പഴുപ്പ് ഒഴുകി ഈ കാല് ചെറുതായി വന്ന് ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മറ്റേത് ഡ്രൈ ബാക്ക് എന്നാണ് പറയുന്നത്. മിന്നലിൽ നിന്ന് ചത്ത് പുറകോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ മുറിച്ചു കഴിയുമ്പോൾ ഇവിടെ വരും, ഇവിടെ മുറിച്ചു കഴിയുമ്പോൾ ഇവിടെ വരും. അതിന്റെ കാര്യം ഇതിന്റെ അകത്തെ ബ്ലഡ് വെസൽസുകൾ മുഴുവനും ബ്ലോക്കാണ്. ആ ബ്ലോക്കുകൾ മാറി മേളിൽ നിന്നും അടിയിലോട്ട് ശരിയായി വരണം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ഇവിടെ ഈ തൊലിയെല്ലാം പൊളിഞ്ഞു പോകുന്നത്. ഇവിടെ ആ പഴുപ്പ് ഇരുന്ന് ആ വീർത്തിരുന്ന ഭാഗമാണ്. ഈ തൊലിയെല്ലാം പൊളിഞ്ഞു പോയി ഇപ്പൊ ഇവിടം വരെയും ബ്ലഡ് വെസൽസ് കറക്റ്റായി. അതിപ്പം ഇങ്ങോട്ട് ഇവിടുന്ന് വന്ന് ഈ പഴുപ്പ് ഇറങ്ങുവാണ്. ഇതാണ് ആൻജിയോജെനസിസ് എന്ന് പറയും. ലോകം മുഴുവനും പറയുന്നത് ഡയബറ്റിക് പേഷ്യൻസിൽ പുതിയ കോശങ്ങൾ വളർന്നു വരത്തില്ലെന്നുള്ളതാണ്. ഇതുണ്ടോ, പുതിയ കോശങ്ങളാണ് വളർന്നു വരുന്നത്. ആൻജിയോജെനസിസ് എന്നാണ് ഇതിന് പറയുന്നത്. പുതിയ ടിഷ്യൂസ് വളർന്നു വന്ന് നകന്ന് തീർന്നു കഴിയുമ്പോൾ, ഏകദേശം ഇനി ഒരു 1.5-2 മാസം കൊണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള വെസൽസും കൂടെ ആ ക്ലിയറായി പഴുപ്പെല്ലാം ഒഴുകി പഴയ രീതിയിലോട്ട് ഈ കാല് വരികയും അതുപോലെ തന്നെ ആ കാല് ശരിയാവുന്നതിനനുസരിച്ച് ആ പേഷ്യന്റിന്റെ ക്വാളിറ്റി ലൈഫിലോട്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും. അല്ല, പുറം കരിച്ചു വെക്കുന്ന ഒരു രീതി അല്ല ഇവിടെ വരുന്നത്. നമ്മളപ്പോൾ ആന്റിബയോട്ടിക് കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ പുറം കരിഞ്ഞു
പുറം കരിഞ്ഞു പോവുകയും ചെയ്യും, അകത്തുനിന്ന് പഴുപ്പ് കയറുകയും ചെയ്യും. അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ തിരിച്ച് ബ്ലഡ് സർക്കുലേഷൻ കുറയും. അതുപോലെ തന്നെ പഴുപ്പ് ശരീരത്തിൽ നിൽക്കുമ്പോൾ ഷുഗർ അതിഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പഴുപ്പ് ശരീരത്തിൽ നിന്ന് പോകുന്ന അനുസരിച്ച് ശരീരത്തിന് ബ്ലഡ് പ്യുവർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസുലിന്റെ അളവ് വളരെ കുറച്ച് മതി, അന്നേരം ഷുഗർ ലെവലും താന്ന് വരും. ഈ മരുന്ന് തയ്യാറാക്കുന്നതിന് ഒരു ഹോളിസ്റ്റിക് സമീപനമാണ് ജോബിൻ സ്വീകരിച്ചിരിക്കുന്നത്. സ്വന്തം തോട്ടത്തിൽ വളർത്തുന്ന ഔഷധ സസ്യങ്ങളാണ് ഈ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രത്യേക കാലാവസ്ഥയിൽ വളരുന്ന ഔഷധ ചെടികൾ ഉപയോഗിച്ച് വർഷത്തിലൊരിക്കലാണ് മരുന്നുൽപാദനം. ഒരു വർഷത്തേക്ക് ആവശ്യമുള്ളത്ര മരുന്ന് ഒരുമിച്ച് ഉൽപ്പാദിപ്പിച്ച് പ്രത്യേക കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുന്നു. മെഷീൻ ഡിസൈനിങ്ങിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുള്ള ജോബിൻ മാത്യു സ്വന്തമായാണ് മരുന്ന് നിർമ്മാണത്തിനാവശ്യമായ കണ്ടെയ്നറുകളും മറ്റ് യന്ത്ര സാമഗ്രികളുമൊക്കെ രൂപകൽപ്പന നടത്തിയത്. നമ്മള് യഥാർത്ഥത്തിൽ നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ആയുർവേദ ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സിങ്ങിലും അതുപോലെ തന്നെ ഭക്ഷണരീതി, പ്രകൃതിയിലുള്ള ഒരു ഭക്ഷണരീതിയാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റത്തെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ചില കാര്യത്തിൽ ആംബ്യൂട്ടേഷൻസുകളൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ഡ്രസ്സിങ്, ക്ലീനിങ്, അതൊക്കെ അലോപ്പതി സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം എല്ലാ സംഗതികളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു രോഗിയെ എങ്ങനെ എത്രയും പെട്ടെന്ന് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റങ്ങളും എല്ലാ സംഗതികളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, എവിടുന്നെങ്കിലും സിദ്ധന്മാരും എല്ലാം തന്നതാണോ, അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? യഥാർത്ഥത്തിൽ ഇതൊക്കെ ന്യൂലി ജനറേറ്റഡ് ഡിസീസാണ്. നമ്മളൊരു 50 കൊല്ലം മുമ്പ് ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാലുകൾ മുറിക്കുക എന്ന് പറയുന്നതിനെ പറ്റി കേട്ടിട്ടില്ല. ആ സമയം ഒരു 30 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കേട്ടു. ഇപ്പൊ വന്ന് എവിടെയും ഇതാണ് കേൾക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. അതൊക്കെ ന്യൂലി ജനറേറ്റഡ് ഡിസീസാണ്. ആയുർവേദം ഉണ്ടായ കാലത്തോ ഒന്നും ഇതുപോലുള്ള രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിലൊന്നും ഇതുപോലുള്ള സംഗതികളെ പറ്റിയൊന്നും പ്രതിപാദിച്ചിട്ടില്ല. നിർജീവാവസ്ഥയിലെത്തുന്ന ശരീരകോശങ്ങൾ പുനർജനിക്കില്ല എന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസവും അറിവും തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ഡോക്ടർ ജോബിൻ. ഈ മരുന്ന് കണ്ടെത്തിയ പ്രോജക്ടിന് നിരവധി ശാസ്ത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു. എങ്കിലും ഇതിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ അലോപ്പതി ഡോക്ടർമാർ തയ്യാറല്ല. കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, കുറെ പേര് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയും. അവരെല്ലാരും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ന്യൂറോപ്പതി വന്നാൽ മാറില്ല എന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്റർനാഷണൽ സെമിനാറിന് പ്രസന്റ് ചെയ്തപ്പോൾ ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന സയന്റിസ്റ്റ് പറഞ്ഞു, ഒരിക്കലും ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു സംഭവം വന്നാൽ അതൊരിക്കലും തിരിച്ച് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ചിലർ ചെരുപ്പ് കാലം നൂരിപ്പോയാൽ അറിയത്തില്ലാത്തവരാണ്, തൊട്ടലറെ സെൻസേഷൻ ഒന്നും ഇല്ലാത്തവരാണ്. ഇവർക്ക് സെൻസേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തളർന്ന് കിടക്കുന്നവർ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ഒരിക്കലും നെർവ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആകുന്നില്ല ഈ പേഷ്യൻസിലൊന്നും. അവർക്ക് സർക്കുലേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് നടക്കാൻ സാധിക്കുന്നു, സെൻസേഷൻ തിരിച്ചു കിട്ടുന്നു, പെയിൻ വരുന്നു, കാലിന്റെ ബ്ലാക്ക് കളറായിട്ടുള്ള കാല് നല്ല നോർമൽ ആയിട്ടുള്ള കളർ തിരിച്ചു കിട്ടുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കും. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, അത് ഭയങ്കര അതിശയമാണ്, അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അവരും പറയുന്നത്. അങ്ങനെ ഒരു പ്രസന്റേഷൻ ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ നാനോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തപ്പോൾ മലേഷ്യയിൽ നിന്ന് വന്ന ഒരു പുള്ളിക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളി മലേഷ്യയിൽ ചെന്ന് കഴിഞ്ഞ് പുള്ളിയുടെ മദറിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മളെ വിളിച്ച് മെയിൽ ചെയ്ത് ചോദിച്ചു, നമ്മൾ മരുന്ന് അയച്ചു കൊടുത്തു. അപ്പം മലേഷ്യ നമുക്കിങ്ങനെ അപ്പം കുറെ പേഷ്യൻസ് ഇപ്പോൾ ഉണ്ട്, അങ്ങനെ വഴി കിട്ടിയത്. അപ്പൊ ആ പുള്ളിയുടെ കാല് അവർ പറയുന്ന പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോലും നമ്മളെ ആ സമയത്ത് അന്വേഷിച്ചു വന്നു. ഈ പ്രോജക്ടിന്റെ അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ജോബിനും ഭാര്യ സ്വീറ്റിമോൾ ജോസും. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസിൽ ഇത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഇതിന്റെ ഫലം കൂടി വരുന്നതോടെ തങ്ങളുടെ കണ്ടുപിടുത്തം ശാസ്ത്രലോകം കൂടി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഒരിക്കൽ പ്രമേഹ രോഗം ബാധിച്ചാൽ പിന്നെ അതിൽ നിന്ന് മുക്തരാവില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗി ജീവിത അവസാനം വരെ പ്രമേഹ രോഗിയായി തന്നെ തുടരും. പക്ഷേ പ്രമേഹം കൊണ്ട് ശരീരത്തിലുണ്ടാകാവുന്ന പാർശ്വഫലങ്ങൾ മൂലം ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങൾക്ക് ശമനമുണ്ടായാൽ പ്രമേഹ രോഗിക്കും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഡോക്ടർ ജോബിൻ കെ തോമസിന്റെ ഡയാ ഹെർബൽ ഹെൽത്ത് എന്ന ഈ ഔഷധം നൽകുന്ന പുനരുജ്ജീവന സാധ്യത ലക്ഷക്കണക്കിന് വരുന്ന പ്രമേഹ രോഗികൾക്ക് ആശ്വാസമാകട്ടെ.